അതിരാവിലെ തന്നെ എങ്ങോട്ടാന്നല്ലേ? നമുക്കിന്നൊരു സ്ഥലം വരെ പോവാനുണ്ടടാ. നുഹുവിനെ വഴിന്ന് വീണ് കിട്ടിയായിരുന്നു. അപ്പൊ അവനെയും കൂട്ടുപിടിച്ച് നമ്മൾ നേരെ ജിബിനുവിന്റെ വീട്ടിലാണേ വന്നത്. മമ്പാട്. കണ്ണാദ്യം പോയത് കർമ്മൂസ മരത്തിലാണേ. നോട്ടം വിട്ട് വെച്ചിട്ടുണ്ട്, പോകുമ്പോൾ എടുക്കാം. ലൈറ്റായിട്ട് കുറച്ച് പുട്ടും ബീഫും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് എന്തായിരുന്നു, ഹട്ടി. അതായത് ഈ നിലമ്പൂർ നാടുകാണി ചുരത്തിന്റെ അവിടെ എവിടെയോ കുറച്ച് റൂട്ട് മാറിയിട്ട് മേലെ വന്നിട്ട് കുറച്ച് നല്ല എന്താണ് തേയിലത്തോട്ടൊക്കെയുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് അത്. സോറി, മാറിപ്പോയി, അത് വ്യൂ പോയിന്റ് അല്ല, ആരാന്റെ ഒരു തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നമ്മൾ നുഴഞ്ഞു കയറി ഒരു മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ നിന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ പേരില്ലാത്തൊരു പൈൻ തോട്ടത്തിന്റെ നടുവിൽ പോയിരുന്ന് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഈ 4 പേരുള്ളൊരു കൂട്ടുകെട്ടിനെ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ടിങ് മുതലേ കാണുന്നവർക്ക് അറിയാം. ഞാൻ എൻ്റെ ഈ ഒരു ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇവരുടെ കൂടെ കൊല്ലങ്കോട് പോയൊരു റീലിനാണേ. കഥ അവിടെ നിൽക്കട്ടെ, പറഞ്ഞു വന്നപ്പോൾ തീരില്ല. നല്ല വിശപ്പിന്റെ വിളി വന്നു. ജിബിനുവിൻ്റെ അമ്മ വീട്ടിൽ നല്ല അടിപൊളി മന്തിയും ബീഫ് റോസ്റ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പോയി കഴിക്കാം. ബൈ ദ വേ, നുഹുവിൻ്റെയും എൻ്റെയും ഇന്നത്തെ ഈ ഒരു ജൈത്രയാത്ര വളരെ മനോഹരമാക്കി തന്നെ ജിബിനു അവറുകൾക്കും ആഷിം അവറുകൾക്കും ജിബിനുവിൻ്റെ അമ്മയ്ക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അമ്മയ്ക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്, കാരണം ഞങ്ങൾ 3 നേരം തീറ്റിപ്പോറ്റിയില്ലേ. തൽക്കാലം കുറച്ച് കർമ്മൂസയൊക്കെ പറിച്ച് പാക്കാക്കി നേരെ വീട്ടിൽ പോകാട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.